ഗൈസലോ ക്രിസ്തേഷ്യൻ നാമത്തിൽ എല്ലാം പ്രിയപ്പെട്ടവരും ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തിരുവചനം പഠിച്ചു. തുറമാനമായി നമ്മൾ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദിവസങ്ങളെ കുറിച്ച് പ്രാധാന്യമുണ്ട്. ഇന്ന് ആത്മീകരാണെങ്കിലും ഭൗതികമായ വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ചില ദിവസങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോ ചില വ്യക്തികൾ പറയാണ് ഈ ദിവസം കൊള്ളത്തില്ല, ഇത് നല്ല കാര്യത്തിൽ കൊള്ളുക ഇല്ല എന്ന് പറയാറുണ്ട്. അത് ആത്മീകരിൽ തന്നെ ഉണ്ട്. ഈ ഒരു ദിവസം കൊള്ളത്തില്ല, ഇന്ന ദിവസം നല്ല കാര്യങ്ങൾ കൊള്ളത്തില്ല. ഒരു വീട് വെക്കാനാണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനാണെങ്കിലോ അല്ലെ മറ്റേത് കാര്യങ്ങൾക്കാണെങ്കിലോ മനുഷ്യന് തീരുമാനമെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾക്ക് പോലും ദിവസങ്ങളിൽ വേർതിരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവവചന പ്രകാരം ദിവസങ്ങൾ നല്ലതാണോ? അല്ലെങ്കിൽ ഇന്ന എല്ലാ ദിവസങ്ങളും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? നല്ല കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കാമോ? ആത്മീകരായിട്ടുള്ള ആൾക്കാർ, വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ചില വിവാഹങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവര് ചൊവ്വാഴ്ച വിവാഹം നടത്താതിരിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച കൊള്ളത്തില്ലെന്നാ പറയുന്നത്. എന്നാൽ ബൈബിൾ പ്രകാരം ഈ ദിവസങ്ങൾ കൊള്ളുകയില്ലെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ബൈബിൾ പ്രകാരം ദൈവം തിരഞ്ഞെടുക്കാത്ത ദിവസങ്ങളാണോ ഈ ദിവസങ്ങള്? അത് ഈ ദിവസങ്ങൾക്കൊക്കെ ഒരു സമയമുണ്ടോ? അല്ലെങ്കിൽ ഇന്ന സമയം മാത്രമേ ഇന്ന ദിവസം മാത്രമേ എടുക്കാവൂ എന്ന് ദൈവവചന പ്രകാരം നമ്മെ പഠിപ്പിക്കും. നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവിക കൽപ്പനകൾ നാം അനുസരിക്കണം. മാനുഷികമായ ആലോചനകളും മാനുഷികമായ കൽപ്പനകളും നമ്മളെ ദൈവത്തിന് അകറ്റിക്കളെ. പക്ഷെ നാം ദൈവസനയിൽ നിന്ന് എല്ലാ ദിവസങ്ങളും ദൈവസന ഒരുപോലെ തന്നെയാണ്. നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ഭൂമി മുന്നിൽ ഇരുളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആ ഇരുളിൽ നിന്ന് ദൈവം ഓരോന്നും സൃഷ്ടിക്കുമ്പോൾ ഓരോ ദിവസവും നല്ലതെന്നാ കണ്ടത്. നമുക്കത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചത് ഇരുളായിരുന്ന ആ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം വായിക്കുന്നത് പോലെ എന്ത് ചെയ്യാ, വെളിച്ചം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് അതിന് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച് ഇവിടെ മാറി വെളിച്ചമുണ്ടായെന്നാ പറയുന്നത്. അപ്പം ദൈവം സൃഷ്ടിച്ച 1-ാം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിർമ്മിക്കുന്നതിന് മുമ്പ് ദൈവം സകല കാര്യങ്ങളും ചെയ്തു. ദിവസം നല്ല പ്രാധാന്യം. അതിന് ദൈവം സകല മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം എന്ന് ചെയ്തു. സൃഷ്ടിപ്പിന്റെ ആദ്യ സമയങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ കാണുവാൻ കഴിയുന്ന ഇരുളായിരുന്ന ഭൂമിയെ, ആ ഭൂമി ഇരുള് മാറ്റി ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തിയാൽ വെളിച്ചത്തിന്റെ, നമുക്കറിയാം യേശു വെളിച്ചമാണ്, ലോകത്തിന്റെ വെളിച്ചമെന്ന ദൈവം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ വെളിച്ചമായ ദൈവം ഇറങ്ങി വന്ന് ഇരുളിനെ മാറ്റി. അത് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ആകാശവും ഭൂമിയും ദൈവം നിർമ്മിച്ചു, ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. മനുഷ്യന്റെ ജീവിതത്തിന് ഇരുളായതിനെ വേർതിരിച്ചു. ഇത് ദൈവവചന പ്രകാരം ദൈവത്തിന്റെ അടിസ്ഥാനം നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദിവസങ്ങൾക്ക് എന്തേ പ്രാധാന്യമില്ല. എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാണ്. ചില അവിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തീയ പഠന അപ്പുറമായിട്ടുള്ള ആൾക്കാര് ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യാ, കൊള്ളത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തിരഞ്ഞെടുക്കുന്നത് കാണും. പക്ഷെ ദൈവവചന പ്രകാരം ദിവസങ്ങളെല്ലാം എന്ത് ചെയ്യുക, നല്ലതാണ്. സമയങ്ങൾ നല്ലതാണ്. ചില ആൾക്കാർ പറയുന്നത് രാഹുകാലം, പക്ഷെ എന്നാൽ അത് ദൈവവചന പ്രകാരം എന്ത് ചെയ്യുക, മനുഷ്യന് ദൈവം കൊടുത്ത ദിവസങ്ങളാണ്. അവർക്ക് താമസിക്കുവാൻ, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം കൊടുത്ത ദിവസമാണ് ഓരോ ദിവസം എന്ന് പറയുന്നത്. തിങ്കൾ തൊട്ട് വെള്ളി വരെ സൺഡേ തൊട്ട് ശനി വരെ ദിവസങ്ങളും മനുഷ്യന് ജീവിക്കാൻ, മനുഷ്യന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നിർമ്മിച്ച ദിവസങ്ങളാണ് ഓരോ ദിവസം. നമുക്ക് മുന്നോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആകാശം ഭൂമിയും ദൈവം സൃഷ്ടിച്ചവൻ കാണും. ഇരുളും വെളിച്ചം തമ്മിൽ വിവർത്തിച്ചു വെച്ചാൽ എന്തിയാ, മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടാത്തതിനെ ദൈവം എന്ത് ചെയ്തു, വേർതിരിച്ചു എന്നാ പറയുന്നത്. രാത്രിയും പകലുമാണ് ദൈവം. അപ്പൊ ഇരുളിനെ എന്ത് ചെയ്തു, എന്നേക്കുമായി ഒഴിവാക്കില്ല. പകൽ എന്ത് ചെയ്തു, വേർതിരിച്ചു രാത്രിയാക്കി ദൈവം മാറ്റി. പകലെന്നും രാത്രിയൊന്നും വേർതിരിച്ചു. 1-ാം അധ്യായത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ 1-ാം വാക്യം പറയുകയാണ്, ദൈവം ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു, അതിന് പേരിട്ടു എന്തിയാ,
രാത്രി എന്നും പകലും. അപ്പൊ ആ ഒന്നാം ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ യഹൂദന്മാരുടെ കണക്ക് പ്രകാരം അത് തിങ്കളാഴ്ച ആയിരിക്കും. കാരണം അവർക്ക് ഏഴാം ദിവസം ശനിയാഴ്ചയാണ്. കാരണം അവർ ശബത്താണ്, അവർക്ക് ആരാധന ദിവസമാണ്. അപ്പം യഹൂദന്മാരുടെ ഇത് വെച്ച്, കർത്താവ് യഹൂദനാണല്ലോ, അവിടെയാണല്ലോ ജനിച്ചു വളർന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനായിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ബൈബിൾ എഴുതിയതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണനായ വ്യക്തിയാണ് ബൈബിൾ എഴുതിയത്. ആ വ്യക്തി പിന്നത്തേക്കും ദൈവത്തെ അറിഞ്ഞുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ഈ ബ്രാഹ്മൺസിന്റെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈ ബൈബിള് ഹീബ്രു ഭാഷയിലാണ്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക, ഗ്രീക്ക് ഭാഷ. കാരണം അനേകർക്ക് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒന്നും ഹീബ്രു അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലേക്ക്, ഗ്രീക്ക് ഭാഷയിലേക്ക് എന്ത് ചെയ്തു, ഈ ബൈബിളിനെ തർജ്ജമ ചെയ്തു. അതെങ്കിൽ നാല് സാമ്രാജ്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവിന്, അതായത് ജനനം കാലസമ്പൂർണ്ണ സംഭവിച്ചപ്പോൾ, കാലസമ്പൂർണ്ണ ഭാഷയ്ക്കും മനുഷ്യന്റെ രീതികൾക്കും എല്ലാത്തിനും വ്യത്യാസമുണ്ടായി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഈ ഗ്രീക്ക് ഭാഷയിലേക്ക് ഈ ബൈബിൾ, ഹീബ്രു ബൈബിളിനെ അവർ തർജ്ജിമ ചെയ്തു ഗ്രീക്കിലേക്ക്. ആ ഗ്രീക്ക് ഭാഷ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് എന്ത് ചെയ്യുക, മലയാളത്തിലേക്ക് ചെയ്തു. യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി അല്ല എന്ത് ചെയ്തത്, ഈ ബൈബിൾ പകരം ഈ ബൈബിൾ എഴുതിയ ശേഷം ആ വ്യക്തി രക്ഷിക്കപ്പെടും. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കും, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈബിൾ പരിശുദ്ധാത്മാവിലാണ് എഴുതിയത്, പക്ഷെ മനുഷ്യന്റെ ദൈവം ഉപയോഗിച്ചത് മനുഷ്യന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു, ഇതെന്ത് ചെയ്യാ, രക്ഷിക്കപ്പെടാത്ത ആൾ എഴുതിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ബൈബിളിൽ വലിയ പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എഴുതുമ്പോ എനിക്ക് എന്റെ ഭാഷ, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഞാൻ എന്റെ ഭാഷയിലാണ് എഴുതുന്നത്. ആത്മാവ് എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ബൈബിൾ എഴുതുന്നത്, അത് നമ്മുടെ കരങ്ങളിൽ എത്തിച്ച ശേഷം നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെയാണ് എഴുതുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ആ വ്യക്തിക്ക് ഇത് ബൈബിൾ ഇങ്ങനെയാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് അത് ആ വ്യക്തി എന്ത് ചെയ്തത്, ഇങ്ങനെ എഴുതിയത്. അപ്പോ പിന്നത്തെ ഒരു ദൈവ മനുഷ്യനായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചു. ദൈവം എന്ത് ചെയ്തു, ഒന്നാം ദിവസം കൊള്ളത്തില്ല എന്ന് ദൈവം മാറ്റിയില്ല, പകരം എന്ത് ചെയ്തു, ആ ദിവസം ദൈവം തെരഞ്ഞെടുത്തു. ഇരുളായിരുന്ന ഭൂമിയെ വേർതിരിച്ചിട്ട് അതിനെ വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു, രാത്രിയും പകലുമാക്കി നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ ഒന്നാം ദിവസം എന്ത് ചെയ്തു, നല്ലതായി മാറി. അപ്പൊ രണ്ടാം ദിവസം ആകാശവും വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അത് നമുക്ക് കാണുവാൻ കഴിയും. ആകാശത്തെയും എന്ത് ചെയ്തു, ആകാശത്തിൽ യാത്രകൾ ചെയ്യുവാൻ, വിമാനമാർഗങ്ങൾ ചെയ്യുവാനുള്ള വഴികളെ അതിനെ വേർതിരിച്ചു. അതുപോലെ വെള്ളത്തെ എന്ത് ചെയ്തു, വേർതിരിച്ചു, ഒന്നിച്ച് കൂട്ടി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത് രണ്ടാം ഇതിൽ കാണുന്നു. മൂന്നാം ദിവസം നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഭൂമിയും സമുദ്രവും, ഭൂമിയെ നിർമ്മിച്ചു. അതായത് ഈ വെള്ളങ്ങളെ ഒന്നിച്ച് കൂട്ടിയിട്ട് സമുദ്രമാക്കി, ആ വെള്ളത്തിനപ്പുറമുള്ളതിനെ കരയാക്കി ഭൂമിയാക്കി മാറ്റി. അപ്പൊ അതിന് ശേഷം നമ്മൾ കാണുവാൻ മൂന്നാം ദിവസം തന്നെ വൃക്ഷങ്ങളെ ഫലവൃക്ഷമാകുന്ന വൃക്ഷങ്ങളെയും ചെറിയ വൃക്ഷങ്ങളെയും വലിയ വൃക്ഷങ്ങളെയും ചെറിയ സസ്യങ്ങളെയും നിർമ്മിച്ചു എന്ന് കാണുവാൻ കഴിയും. അതും ദൈവം പറയുകയാണ് ഇത് നല്ലത് എന്ന് കണ്ടു എന്ന. അവിടെ അതായത് 4-ാം വാക്യം കാണുവാൻ കഴിയുന്നുണ്ട്. വെളിച്ചങ്ങളെ ഉണ്ടാക്കി, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൈവം ഉണ്ടാക്കി. അപ്പൊ ദൈവം ഓരോ ദിവസം തിരഞ്ഞെടുത്തത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, ദൈവം നല്ലതെന്ന് കണ്ടതാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതുപോലെ നമുക്ക് 5-ാം കാണുവാൻ കഴിയുന്ന കരയിലും കടലിലുമുള്ള ജീവജന്തുക്കളെയും പർവ്വജാതികളെയും മൃഗങ്ങളെയും ദൈവം നിർമ്മിച്ചു. അപ്പൊ ഓരോ ദിവസവും ദൈവം അടുക്കടുക്കായിട്ട് എന്ത് ചെയ്തു, ചെയ്യാൻ തന്റെ ജനത്തിന് വേണ്ടതായ കാര്യങ്ങളെ ദൈവം എന്ത് ചെയ്തു, അമ്മയെ സൃഷ്ടിച്ച് നമുക്ക് കാണും. എന്നിട്ട് പറയുക, എന്നിട്ട് 5-ാം ദിവസം നല്ലതെന്ന് കണ്ട് 5-ാം ദിവസം പറയുമ്പോൾ ആ കരയിലും കടലിലുമുള്ള ആ സസ്യങ്ങളെ അല്ലെങ്കിൽ ആ മത്സ്യങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസം കൊള്ളത്തില്ല, അതുകൊണ്ട് അനുഗ്രഹിക്കാൻ കൊള്ളാത്ത ദിവസമാണെന്നല്ല പറഞ്ഞത് കേട്ടോ, അവിടെ അനുഗ്രഹിച്ചെന്ന് കാണും. അതുപോലെ നമുക്ക് 6-ാം ദിവസം കന്നുകാലികളെ, അതായത് മൃഗങ്ങളെ സൃഷ്ടിച്ചു, ഇഴജാതികളെ സൃഷ്ടിച്ചു, കാട്ടുമൃഗങ്ങളെ സൃഷ്ടിച്ചു, നമുക്ക് കന്നുകാലികളെ സൃഷ്ടിച്ചു, 2 ഇഴജാതികൾ, ഇഴഞ്ഞു പോകാനുള്ള ജാതികളെ സൃഷ്ടിച്ചു, കാട്ടുമൃഗങ്ങളെ, കാട്ടിനകത്തും വസിക്കുവാനുള്ള കാട്ടുമൃഗങ്ങളെ ദൈവം ഉണ്ടാക്കി. അതിനുശേഷം 6-ാം ദിവസമാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത്. എന്നിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം, അതായത് ആദാമിനെ ഉണ്ടാക്കിയ ശേഷം സകലത്തിന്റെ മേലും വാഴുവാൻ ദൈവം അവന് അധികാരം കൊടുത്തു.
നോക്കുക, മനുഷ്യന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ദൈവം ഓരോ ദിവസം നിർമ്മിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ യഹൂദന്മാരുടെ ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസങ്ങളാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ മരണശേഷം സർവാരോഹണ ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഞായറാഴ്ചയായിട്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഞായറാഴ്ച സൺഡേ വന്നാലും വെളിയിലുള്ള അവര് വെള്ളിയാഴ്ചയാണ് ആരാധനയ്ക്ക് തെരഞ്ഞെടുപ്പ്. പല രാജ്യങ്ങളും പല ഇതിലാണ് ദൈവത്തിന്റെ ആരാധന. അപ്പം കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് മരിച്ച ശേഷം ഉയർത്തിന് ശേഷം ഈ മലയാളികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, സൺഡേ ആക്കി ആരാധനയാക്കി. എന്നാൽ നിങ്ങൾ നോക്കുക, ഒന്നാം ദിവസം അതൊരു പക്ഷേ യഹൂദന്മാരുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു പക്ഷെ ഒന്നാം ദിവസം സൺഡേ ആയിരിക്കാം. 7 ദിവസം വേണമല്ലോ. അപ്പൊ ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അല്ലെ. അപ്പൊ 7 ദിവസം വേണമായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ച ശേഷം മാത്രം ഞാൻ ഇപ്പൊ എന്റെ ഭാഗത്തുള്ള ദൈവം തന്ന ചെറിയ ചിന്തയാണ്, ദിവസങ്ങളെ നമ്മൾ മാറ്റാൻ പാടുണ്ടോ, വേർതിരിക്കാൻ പാടുണ്ടോ, ഇന്ന ദിവസം എന്ന് നമ്മൾ എന്ത് ചെയ്യാം നോക്കാൻ പാടും. ദൈവമക്കൾക്ക് എന്ത് ചെയ്യാം, ദിവസങ്ങളെല്ലാം കർത്താവ് എല്ലാ ദിവസങ്ങളും നല്ലതെന്ന് കണ്ടെങ്കിൽ നമ്മൾക്കും എന്ത് ചെയ്യും എല്ലാ ദിവസവും. ചില വ്യക്തികൾ പറയേണ്ട വിവാഹത്തിന് വീടിന്റെ ഡെഡിക്കേഷൻ ചൊവ്വാഴ്ച കൊള്ളത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം, ദൈവവചന പ്രകാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം നിങ്ങൾ കാണുവാൻ കഴിയുന്ന കാര്യം, ഈ വചനത്തോടൊന്ന് കൂട്ടുകയോ ഈ വചനത്തോടൊന്ന് കുറയ്ക്കുകയോ ചെയ്താൽ നീ ദൈവവചനത്തിനകത്തുള്ള എല്ലാ ബാധകളെയും ദൈവം അവന്റെ മേൽ വരുത്തുമെന്ന ഇത് മാറ്റുന്നവന്റെ. അപ്പൊ ദൈവവചന പ്രകാരം ദൈവം എല്ലാ ദിവസവും 7 ദിവസവും 7-ാം ദിവസം ദൈവം സ്വസ്ഥനായി എന്ന് വെച്ചാൽ ആരാധിക്കാൻ വേണ്ടി നമുക്കത് മനസ്സിലാക്കി തന്നു. സ്വസ്ഥനായി കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു സ്വസ്ഥം. അതായത് യെശയ്യാ പുസ്തകം നാം വായിക്കുമ്പോൾ സഭായോഗങ്ങൾ ഉപേക്ഷ വിചാരിക്കുക, നീ സ്വസ്ഥമായി എന്ത് ഇരിക്കണം, നീ സഭായോഗം കൂടണം, ശബത്ത് ആചരിക്കണം എന്നൊക്കെ പറയും. 7-ാം ദിവസം ദൈവത്തിനുള്ള ദിവസമാണ്. 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം ഇല്ല ദൈവത്തിനുള്ള ദിവസമാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പറയുന്നത് പറഞ്ഞാൽ, അപ്പൊ ഈ ഒരു ചിന്ത എന്റെ അകത്ത് വലിയതായിട്ട് എനിക്ക് ഒരു വ്യത്യാസം വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദിവസങ്ങൾ മനുഷ്യനാണ് കൊള്ളാത്ത പറയുന്നത്, പക്ഷെ ദൈവം എന്ത് ചെയ്യാം എല്ലാ ദിവസവും നല്ലതെന്നാ കണ്ടത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വചനം ശ്രമിക്കുന്ന ഈ തിരുവചനം പഠിക്കുന്ന പ്രിയപ്പെട്ട എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദിവസങ്ങളെ വേർതിരിച്ച് കാണരുത്. ദൈവം എല്ലാ ദിവസവും നല്ലതാക്കിയെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങളുടെ മകന്റെ വിവാഹം നടത്താൻ നല്ല ദിവസമാണ്. ദിവസത്തിനല്ല നമ്മൾ പ്രാധാന്യം, അവരുടെ ജീവിതത്തിന്റെ രീതികൾക്ക് ദൈവവചന പ്രകാരം ജീവിച്ച അവരുടെ ജീവിതം എന്നേക്കും നിലനിൽക്കും. അവർക്ക് തലമുറകളിലെ ദൈവം നൽകും, അവർക്ക് അനുഗ്രഹങ്ങളെ ദൈവം കൊടുക്കും. അതല്ല, ദൈവവചനത്തിന് പുറത്താണ് നമ്മൾ മാനുഷികമായാണ് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റായ ചിന്തകൾ പഠിപ്പിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ നിങ്ങൾ കണ്ണുനീര് പൊഴിക്കേണ്ടത്. അതുകൊണ്ട് ദിവസങ്ങൾക്കല്ല പ്രാധാന്യം, ദൈവത്തിനാണ് പ്രാധാന്യം. ദൈവം നല്ലെന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവം സഹായിക്കട്ടെ. അടുത്ത ദൈവവചന പഠനമായി നമ്മൾ കടന്നു വരും. അതുവരേക്കും ക്രിസ്തുവിൽ നമുക്കെല്ലാം സമാധാനമായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.